എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. വചനത്താലും ആത്മാവിനാലും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നാം പോകുന്നിടത്തൊക്കെയും നമ്മെ ജയോത്സവമായിട്ടല്ലേ കർത്താവ് വഴി നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾക്ക് കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വഞ്ചന കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയാണ്. അതുകൊണ്ട് നാം ആരെ വിശ്വസിക്കണം എന്ന് പോലും നാം വിവേചിക്കണം. ദൈവത്തെ വിശ്വസിക്കണം. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യരെ നമ്മൾ ഒരു പരിധി വരെയൊക്കെ വിശ്വസിക്കണം, മനസ്സിലാക്കണം. ഓരോ വ്യക്തികളെ മനസ്സിലാക്കാതെ കയറി വിശ്വസിക്കരുത്. വിശ്വസിച്ചിട്ടല്ല മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ വിശ്വസിക്കാം. എങ്ങനെ? നാം ദൈവത്തെ മനസ്സിലാക്കി. ബൈബിളിലൂടെ നാം ദൈവത്തെ അറിഞ്ഞു, അംഗീകരിച്ചു, ഏറ്റെടുത്തു. നാം ഇന്ന് ദൈവത്തെ കണ്ണടച്ചു വിശ്വസിക്കുന്നവരാ. എന്താണ്? ചെങ്കടലിലും വഴി തുറക്കുന്നവനാണ്, യോർദാൻ രണ്ടാക്കുന്നവനാണ്, യെരിഹോ കോട്ടയെ ഇടിക്കുന്നവനാണ്, 5 അപ്പം മരുഭൂമിയിൽ വർദ്ധിപ്പിച്ചവനാണ്, കടലിൻ്റെ മീതെ നടന്ന് തൻ്റെ ജനത്തിൻ്റെ അടുക്കൽ എത്തിയവനാണ്. കർത്താവിനെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം. എന്നാൽ നമ്മുടെ സമൂഹത്തെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം പഞ്ചസാരയും ഉപ്പും ഒരേ നിറമാണ്. എങ്ങനെ തിരിച്ചറിയും? പഞ്ചസാരയും ഉപ്പും ഒരുപോലെയാണ്. ഇതിനെ രുചിക്കുമ്പോഴാണ് ഷെടാ ഇത്രയും വ്യത്യാസം ഉണ്ടായിരുന്നോ. ഒന്ന് വളരെ വില കൂടിയതും ഒന്ന് വില കുറഞ്ഞതും. എന്നാൽ രണ്ടിടത്ത് വിലയുള്ളതുമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇതിനെ ഒരു തീരുമാനമെടുക്കരുത്. ഇതെന്താണെന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ദൈവവേലക്കാരെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. സ്വന്തം അപ്പനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അമ്മയെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ആരെ വിശ്വസിക്കും? അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ അതിൽ യേശുവിനെ കുറിച്ച് പറയുന്നു, മനുഷ്യനിലുള്ളത് ഇന്നതെന്ന് യേശു അറിഞ്ഞിരിക്കൊണ്ട് മനുഷ്യനെ വിശ്വസിച്ചില്ല. അപ്പോൾ തന്നെ പിതാവിനെ വിശ്വസിച്ച് പിതാവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. പിതാവ് എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. അതിൻ്റെ അർത്ഥം പിതാവിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു. മനുഷ്യൻ എന്ന് പറയുമ്പോൾ പത്രോസ് മുതൽ എല്ലാ ശിഷ്യന്മാരെ, പത്രോസ് തൊട്ട് യൂദ വരെ, അന്ന് സമൂഹത്തിലുണ്ടായ എല്ലാവരെയും കണ്ണും പൂട്ടി യേശു വിശ്വസിച്ചിരുന്നില്ല. മറിയെ സ്ത്രീ എന്ന് വിളിച്ചു. സഹോദരന്മാർ പോലും യേശുവിന് അനുകൂലമല്ലായിരുന്നു. ജോസഫിൻ്റെ മറിയുടെ മക്കളാണ് ഈ സഹോദരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ച പലരും ഇന്ന് ചതിയിലാണ്. ഗൾഫിൽ എനിക്കറിയാവുന്ന ചിലർ അവരുടെ സമ്പാദ്യം മുഴുവനും ചിലർ തട്ടിയെടുത്തു. നീണ്ട വർഷങ്ങൾ സമ്പാദിച്ച് നാട്ടിൽ വന്ന് വീട് വെക്കാൻ വെച്ചിരുന്ന പൈസ എടുത്ത് ചിലരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മറിച്ചതാണ്. തന്നേക്കാൻ ഞങ്ങൾ അല്ലെങ്കിൽ ജയിലിൽ പോകും എന്ന് പറഞ്ഞ സങ്കടകാലത്ത് കൊടുത്തതാണ്. അവർ ജയിലിലും പോയില്ല. ഈ വ്യക്തിയുടെ ജീവിതം ജയിൽ പോലെയായി. എനിക്കൊരു വലിയ ദൈവദാസനെ അറിയാം. നാട് മുഴുവനും ഇളക്കി മറിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു പ്രോഫറ്റാണ്, വലിയ അത്ഭുതങ്ങളുള്ളൊരു ദൈവദാസൻ. അദ്ദേഹത്തോട് ആഫ്രിക്കയിലെ ആരോ പറഞ്ഞു, ഇത്ര കോടി രൂപ തരാം നിങ്ങളുടെ സുവിശേഷ വേല വിജയിപ്പിക്കാൻ, ഞങ്ങൾ ദൈവവേലക്കാരാണ്. ഇദ്ദേഹം സമ്മതിച്ചു. ഞങ്ങളെ ആദ്യം ഒന്ന് സഹായിക്കണം, ഒരു 10 ലക്ഷം തരുമോ? കൊടുത്തു.
ഒരു ലക്ഷം തരുമോ? കൊടുത്തു. അത്യാവശ്യമായിട്ടൊരു 5 ലക്ഷം വേണം, കൊടുത്തു. ഇപ്പം ഇത് കൊടുത്തു പോയി. ഇത് നോ പറയാൻ പറ്റാത്ത ഒരു കുരുക്കിൽപ്പെട്ടു. കൊടുത്ത് 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 കയ്യിലുള്ളത് മുഴുവനും കൊടുത്തു. ഇന്ന് ശുശ്രൂഷയില്ല, പണമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. നോക്കണേ, ദൈവദാസന്മാർ ചതിക്കപ്പെട്ടു, ദൈവമക്കൾ ചതിക്കപ്പെട്ടു, നല്ല മനുഷ്യർ ചതിക്കപ്പെട്ടു, കഠിനാധ്വാനം ചെയ്തവർ ചതിക്കപ്പെട്ടു. അങ്ങനത്തെ ഒരു ഭൂമിയിലാണ് നമ്മൾ. നമ്മുടെ അടുക്കൽ വരുന്നവർ അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമുക്കവരെ സഹായിക്കാം. എങ്ങനെ സഹായിക്കാം? തിരിച്ചു കിട്ടില്ലെന്നുള്ള ഉറപ്പിൽ നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് കൊടുക്കാം. 1 ലക്ഷം ചോദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നാൽ കൊടുക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ ഒരു 5000 കൊടുക്കും. അല്ല, കൂടുതൽ അതിനേക്കാൾ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 10000 കൊടുക്കും. തിരിച്ച് പ്രതീക്ഷയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൊടുക്കാനുണ്ടെങ്കിൽ 25000 കൊടുക്കും. തിരിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. തരാമെന്ന് എല്ലാവരും പറയൂ. ചിലർ തരാമെന്ന് വിചാരിച്ചാൽ അവരുടെ അവസ്ഥയിൽ തരാൻ കഴിയില്ല. എന്തിനാണ് ഞാനിങ്ങനെ ഈ ജീസസ് എവരിഡേയിൽ ഇതെല്ലാം പറയുന്നത്? ഇങ്ങനെയുള്ള വിഷയത്തിൽ കുരുങ്ങിപ്പോയ പലരും ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കോ അബദ്ധം പറ്റി, ഇനി നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കോ ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്കോ അബദ്ധം പറ്റരുത്. എനിക്കും നിങ്ങൾക്കും പറ്റിയത്, അതാണ് കുറച്ചുകൂടി ശരിയായ വാക്ക്. എനിക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കും പറ്റി. ഇനി വേറെ ആർക്കും, ജീസസ് എവരിഡേ കേൾക്കുന്ന ആർക്കും പറ്റരുത്. ആരെങ്കിലും 1 ലക്ഷം ചോദിച്ചാൽ 1000 കൊടുത്ത് നിർത്താമോ? നിർത്താം. 1000 കൊടുത്ത് നിർത്തും. തിരിച്ചു തരണ്ട. എൻ്റെ വീടിൻ്റെ അടുത്ത് ചിലരുണ്ട്. അവരെന്നെ കാണുന്നത് അമേരിക്ക, ഇംഗ്ലണ്ട്, ജപ്പാൻ, ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ നിന്ന് പൈസ ഒഴുകുന്ന ആളായിട്ട് അവരെന്നെ കാണുന്നത്. അതുകൊണ്ട് എന്നോട് വന്നിട്ട് പറയും, സാറേ 1000 രൂപ തരുമോ? നാളെ തരാം. എനിക്കറിയാം തരില്ലെന്ന്. ഞാനൊരു 100 രൂപ കൊടുത്തിട്ട് പറയും തിരിച്ചു തരണ്ട. പിന്നെ എൻ്റെ അടുത്ത് വരാനും പറ്റില്ല, ചോദിക്കാനും പറ്റില്ല. പല സൈസ് പിരിവുമായിട്ട് പല മതസ്ഥലങ്ങളിൽ നിന്നും എൻ്റെ അടുത്ത് വരും. അപ്പോൾ പല വിഗ്രഹത്തിനും നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നവരാണ്. എന്നാൽ അവർ മനുഷ്യരാണ്. വരുന്നവർ, അവരെ പിണക്കാനും പാടില്ല. അപ്പോൾ എന്തു ചെയ്യണം? ഞാൻ അവർക്ക് ഒരു 200 രൂപ കൊടുത്തിട്ട്, അപ്പോൾ അവരുടെ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പുണ്യവാളൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇന്ന മതസ്ഥലത്ത് ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു പെരുന്നാളാണ്. ഞാൻ പറയും, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും വിശ്വസിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, നിങ്ങൾക്ക് ചായ കുടിക്കാനെന്നും പറഞ്ഞ് ഞാനൊരു 200 രൂപ കൊടുക്കും. അവർക്ക് എന്നോട് ദേഷ്യവുമില്ല, വഴിയിൽ വെച്ച് കണ്ട സ്നേഹവുമാണ്. നമുക്ക് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും വേണമെന്ന് കർത്താവ് പറഞ്ഞു. ഈ വാക്കിൻ്റെയൊക്കെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ആരൊക്കെയോ ഇന്ന് ചതിയിൽപ്പെട്ട് കിടപ്പുണ്ട്. അങ്ങനെയുള്ളവർ ഇനിയെങ്കിലും പഠിക്കണം. ചിലരെ ചതിയിൽ എത്ര ചതിച്ചാലും ചതിയെന്ന് പുറത്തു വരില്ല. ബന്ധുക്കൾ ചതിക്കുന്ന, സ്ഥിരമായി ചതിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും എനിക്കറിയാം. ബന്ധുക്കൾ അവരുടെ വീട്ടിൽ നിന്ന് മാറില്ല. അവരെല്ലാ കാര്യവും ബന്ധുക്കൾ ചെയ്തു കൊടുക്കും. എന്നാൽ അവരറിയുന്നില്ല ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പണമില്ലാതെയാകെ ഒറ്റ ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിൽ വരില്ല. അതുകൊണ്ട് ജ്ഞാനം വേണം. മനുഷ്യർ എന്നുള്ളത് ചതിയാണ്. ദൈവം മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ. അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ഈ തത്വത്തിൽ മുന്നോട്ട് പോകാം. കർത്താവ് അനുഗ്രഹിക്കും. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിലോട്ട് വരുന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവിൽ സഞ്ചരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പൗലോസ് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയണം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല,
നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ നമ്മൾ പ്രാപിച്ച ആത്മാവുണ്ട്. വീണ്ടും ജനിച്ച നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവാത്മാവ്, നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെപ്പോഴും ദൈവത്തെ അങ്ങകലിരിക്കുന്ന ഭയപ്പെടുന്ന ഒന്നായിട്ടല്ല കാണുന്നത്, പിതാവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഇസ്രായേലിൽ ആയിരിക്കുന്ന ഗോത്രങ്ങളിലെ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ പിതാവിനെ ഓമനിച്ച് വിളിക്കുന്നതാണ് അബ്ബാ. ഒന്നുകൂടി പറഞ്ഞാൽ അബ്ബാ എന്ന് മുഴുവൻ വിളിക്കില്ല, കൊഞ്ചി വിളിക്കും, ബാ. അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മടിയിലോട്ട് വന്ന് കയറും. പകുതി ഉറക്കുക, മുഴുവനും ബായിൽ വരില്ല, അതിന് പകുതിയെ പറയുള്ളൂ, ബാ. കൊഞ്ചി വിളിക്കുന്നത്, കെഞ്ചുകയല്ല, കൊഞ്ചുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. നാം പുത്രത്വമുള്ളവരാണ്. നാം ദൈവസ്ഥലിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെയാണ്. അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന, അല്ലെങ്കിൽ ആ സ്ഥലത്തിരിക്കുന്ന ആ ലാസർ ഭൂമിയിലെ പോലെയല്ല, വ്രണം നിറഞ്ഞവനല്ല, ദരിദ്രനല്ല. അവൻ്റെ കൈവിരലിലെ ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലെ ധനവാനായിരുന്ന ആ മനുഷ്യൻ കൊതിക്കുകയാണ്. അത്രയും തേജസ്സുള്ളവനായി അവൻ മാറി. എങ്കിൽ പിതാവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ എത്രത്തോളം വിലയേറിയതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നാം ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മിലുള്ളത് പുത്രന്റെ ആത്മാവാണ്. അതുകൊണ്ട് പ്രാർത്ഥനാമുറിയിൽ കെഞ്ചുകയല്ല, എൻ്റെ ദൈവമേ പ്ലീസ് കരുണ കാണിക്കണേ കർത്താവേ, ദാവീദ് പുത്രാ കർത്താവേ എന്നോട് കരുണ തോന്നണേ, എൻ്റെ മകളോട് കരുണ തോന്നണേ. ബൈബിളിൽ ആ ഭർത്യമായി വിളിച്ചതുപോലെയോ സുറഫൊനിക്കക്കാരി കാണിച്ചതുപോലെയോ കാണിക്കാനുള്ളവരല്ല നമ്മൾ. നമ്മൾ കരുണ ലഭിച്ചവരാണ്, നാം കൃപ ലഭിച്ചവരാണ്, നാം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് നാം കെഞ്ചരുത്, നാം കൊഞ്ചണം. അബ്ബാ, ഡാഡി, അപ്പാ, അബ്ബാ പിതാവേ. ആ കർത്താവിൻ്റെ സന്നിധിയോട് യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ചാരിയതുപോലെ ചാരുവാൻ കൃപ ലഭിച്ചവരാണ് എന്നെ കേൾക്കുന്നവർ. നിങ്ങൾ ആരെന്ന് നിങ്ങൾ അറിയണം. വെറുതെ ഇരുന്ന് കെഞ്ചി 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 കരഞ്ഞു തീർക്കരുത്. കൊഞ്ചിക്കൊഴയണം കർത്താവിൻ്റെ മുൻപിൽ. കർത്താവിനോടെല്ലാം പിടിച്ചു വാങ്ങണം. കൊഞ്ചുന്ന മക്കൾക്കാണോ കെഞ്ചുന്ന ദാസനാണോ? ഒന്നുകൂടി പറയാം, കൊഞ്ചുന്ന മടിയിലിരിക്കുന്ന മക്കൾക്കാണോ കെഞ്ചുന്ന വീട്ടുവേലക്കാരനാണോ? മറുപടി രണ്ടുപേർക്കും ഉണ്ട്. വീട്ടുവേലക്കാരന് അവൻ്റെ ജോലിക്കനുസരിച്ച് എന്തായാലും കൊടുക്കും. എന്നാൽ കൊഞ്ചുന്നവർക്കോ സകലതും, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നമ്മൾ ഈ വെളിപ്പാടിൽ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് റോമാലേഖനം പഠിക്കുന്നവർ ഈ അർത്ഥത്തിൽ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ജീവിതം മെച്ചമാക്കാൻ കഴിയില്ല, നമുക്ക് വിജയിക്കാൻ കഴിയും. കെഞ്ചരുത്, കൊഞ്ചണം. കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ കേട്ട വചനങ്ങൾ ഈ മക്കൾക്കൊരു വലിയ വിടുതൽ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മകളെന്ന പദവിയിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ച്
മറുപടികൾ പ്രാപിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ഓരോ മക്കൾക്കും കൃപയുണ്ടാകട്ടെ. പഴയ നിയമത്തിലെ ദാസന്മാരെ പോലെ, ദാവീദ് പറഞ്ഞ പോലെ ഒരു ചത്ത നായ് എന്നൊക്കെ പറയാതെ, പൊടി കൃമി എന്ന് പറയാതെ, വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ജീവിതത്തിൽ ദൈവത്തോട്, കർത്താവിനോട് പറ്റിയിരുന്ന് മാറിൽ ചാരി അനുഗ്രഹിക്കപ്പെടാൻ, വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാൻ ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കും. ഈ സത്യങ്ങൾ തിരിച്ചറിയാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നിങ്ങൾ ഈ ക്ലാസ്സുകൾ, ഈ പഠനങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമ്മുടെ അബ്ബാ പിതാവിൻ്റെ അടുക്കൽ നമുക്ക് ഈ വിഷയങ്ങളെല്ലാം വയ്ക്കാം. 100% നമുക്ക് മറുപടിയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനേ.